അങ്ങനെ അനി പറയുന്നത് കേട്ടിട്ട് അനാമികയും ജാനകിയും ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. അനി പറയുന്നുണ്ട്, ചന്തുമോള് എൻ്റെ കുട്ടിയാ അമ്മേ. എനിക്ക് കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ബന്ധത്തിൽ ജനിച്ച കുട്ടിയാണ് ചന്തുമോള്. ഇതൊക്കെ കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, നീ എന്തിനാടാ മറ്റുള്ളവരെ ചെയ്ത കുറ്റം വയ്ക്കുന്നത്? അല്ലമ്മേ, ആര് ചെയ്ത കുറ്റവും ഞാൻ ഏറ്റതല്ല. ഇത് എൻ്റെ കുട്ടി തന്നെയാണ്. ഇനി ചന്തുമോള് അച്ഛാന്ന് വിളിക്കുന്നത് ആദർശേട്ടനെയല്ല, എന്നെയാണ്. ഇങ്ങനെയൊക്കെ അനി പറയുന്നത് കേട്ടിട്ട് അനാമികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലടാ? എന്തിനാടാ നീ എന്നോട് ഈ കൊടും ചതി ചെയ്തത്? എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞും ഭാര്യയും ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നെ വിവാഹം കഴിച്ചത്? ഇനി എങ്ങനെയാ ഞാൻ മറ്റുള്ളവരെ മുമ്പിൽ തലയുർത്തി നടക്കുക? നീ എൻ്റെ ഭർത്താവാണെന്ന് പറയുന്നത് പോലും എനിക്ക് അപമാന. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ലമ്മേ. എനിക്കിനി ഇങ്ങനെയൊരു ഭർത്താവിനെ വേണ്ടമ്മേ എന്നും പറഞ്ഞ് അനിയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് അനാമിക. എന്നിട്ട് ബാഗൊക്കെ എടുത്ത് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. എന്നിട്ട് ജാനകി അബിയോട് പറയുന്നുണ്ട്, നീ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ. ആദർശിൻ്റെ കുട്ടിയാണ് അതെന്ന് വിചാരിച്ച് ഞാൻ സമാധാനിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് സമാധാനമായിട്ട് ഇനി ജീവിക്കാൻ പറ്റുമോ? നീ കാരണം ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ നീ വരുത്തിയില്ലേ? എൻ്റെ അനാമിക മോള് ഇതൊക്കെ കേട്ട് മനസ്സ് തകർന്നിട്ടാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. നീ എന്തിനാടാ ഈ കുടുംബത്തിന് ഇത്രയും വലിയ അപമാനം ഉണ്ടാക്കി വെച്ചത്? ഇത് ഞാൻ എങ്ങനെ സഹിക്കൂ എന്ന് പറഞ്ഞ് ജാനകി അനിയെ തല്ലുന്നുണ്ട്. ഇതും കണ്ടുകൊണ്ട് ദേവ്യാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ജാനകി നീ ഒന്ന് നിർത്ത്, എന്തിനാ ഇവനെ തല്ലുന്നത്? തല്ലിയത് കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. നീ വാ അനി എന്നും പറഞ്ഞ് ദേവ്യാനി അനിയെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്നിട്ട് അനിയോട് കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ദേവ്യാനി പറയുന്നുണ്ട്, എന്തിനാ അനി നീ ആദർശ് ചെയ്ത കുറ്റം ഏറ്റെടുക്കുന്നത്? സത്യം പറ അനി, നീ തന്നെയാണോ ആ കുഞ്ഞിൻ്റെ അച്ഛൻ? എൻ്റെ മകൻ ആദർശാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, പക്ഷെ നീയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. എൻ്റെ വല്യമ്മേ, ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനുമല്ല ആദർശേട്ടനുമല്ല, വേറൊരാളാണ്. ഞങ്ങൾ ആ സത്യം കണ്ടുപിടിച്ചു കഴിഞ്ഞു. എനിക്ക് കുറച്ച് സമയം തന്നാൽ ഞാൻ അത് തെളിയിക്കാം. എന്നാൽ അതുവരെ ആദർശേട്ടൻ്റെ കുഞ്ഞാണ് അതെന്ന് പറഞ്ഞ് ആദർശേട്ടനെ ആരും ഉപദ്രവിക്കരുത്. സത്യം തെളിയുന്നത് വരെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനായിക്കൊള്ളാം. ആ കുഞ്ഞ് എൻ്റേതാന്ന് പറഞ്ഞതുകൊണ്ട് അനാമിക എന്ന ശല്യം ഇവിടുന്ന് ഒഴിവാകുവാണെങ്കിൽ ഒഴിവായിക്കോട്ടെ. ഞാൻ പറയുന്നത് വരെ വല്യമ്മ ഈ കാര്യം വേറെ ആരോടും പറയാൻ പാടില്ല എന്ന് പറയുകയാണ് അനി. അതൊക്കെ കേട്ടുകൊണ്ട് നാന അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് നാന പറയുന്നുണ്ട് അനിയോട്, നീ എന്തിനാ അനി ആദർശേട്ടനെ രക്ഷിക്കാൻ വേണ്ടി കുറ്റേറ്റെടുക്കുന്നത്? അത് സാരമില്ല ഏട്ടത്തി, ആദർശേട്ടൻ സത്യം തെളിയുന്നത് വരെയെങ്കിലും സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ. ഇന്നു മുതലേ ഞാനാ ചന്തുമോളുടെ ഡാഡി എന്ന് പറഞ്ഞ് അനി അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേസമയം അനാമിക ബാഗൊക്കെ എടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. വേണു അനാമികയെ കണ്ട ഉടൻ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ബാഗൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? പ്രശ്നങ്ങളുണ്ടോ എന്നോ? പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാച്ചാ. ചന്തുമോള് ആദർശേട്ടൻ്റെ കുഞ്ഞല്ല പോലും, അനിയുടെ കുഞ്ഞാന്നാ അനി പറയുന്നത്. ഇതും പറഞ്ഞ് അനാമിക പൊട്ടി കരയാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, സത്യമാണോ മോളെ, നന്ദുവിനെ കൂടാതെ അവന് വേറെയും കാമുകിമാരുണ്ടോ? അപ്പോൾ വേണു പറയുന്നുണ്ട്, കല്യാണത്തിന് മുന്നേ നമ്മൾ ഈ സത്യം അറിയാതെ പോയല്ലോ രേവതി. നമ്മളെ മകൾക്ക് തെറ്റുപറ്റിപ്പോയി. ഇനി നമ്മളെ മകൾക്ക് ആ വീട്ടിൽ എന്ത് സ്ഥാനം വേണോട്ടെ ഉണ്ടാവുക? ഇനി അനി ആ കുഞ്ഞിൻ്റെ അമ്മയും കൂട്ടി ആ വീട്ടിലേക്ക് വരും. പിന്നെ അനാമികയ്ക്ക് അവിടെ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. ഇനി അവിടുത്തെ സ്വത്തുക്കളെല്ലാം അവൾക്കും അവളെ കുഞ്ഞിനുമായിരിക്കില്ലേ? അനാമികയുടെ സ്ഥാനം അനന്തപുരിയിൽ നിന്ന് പുറത്തായില്ലേ? ഒക്കെ കേട്ട് ആ നായന സന്തോഷിച്ചിരിക്കുമായിരിക്കും. ഇനി അവൾ ആദർശിൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കും. അതൊക്കെ കാണാൻ അവിടെ നിൽക്കാതെ നന്നായി മോളെ. അപ്പോൾ വേണു പറയുന്നുണ്ട്, എൻ്റെ മകളെ ചതിച്ച അവനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.